കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. എന്തൊരു ചൂടാലേ! ചൂട് കൂടിയപ്പോൾ എല്ലാവരും തണുപ്പുള്ള സ്ഥലങ്ങളായ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകാൻ തുടങ്ങി. ദോഷം പറയരുതല്ലോ, കാശുകാരൊക്കെ ജമ്മു കാശ്മീരിലാണിപ്പോൾ. അല്ലാത്തവർ AC മുറികളിലേക്ക് ഒതുങ്ങി. ഇതൊന്നും നടക്കാത്തവർ വീടിനകത്ത് തന്നെ ഇരിപ്പാണ്. എന്നാൽ കുറേയേറെ മനുഷ്യർ ജീവിക്കാനായി ഈ പൊരി വെയിലത്തും പണിയെടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മഴ ഇങ്ങെത്തും. ഈ ചൂടിനെ എല്ലാവരും മറക്കും. വീണ്ടും അടുത്ത വർഷം കൂടുതൽ ശക്തി പ്രാപിച്ച് ചൂട് വരും. ചൂട് സഹിക്കാതാവുമ്പോൾ എല്ലാവരും പറയും, മരമില്ലാതായിട്ടാണ്, വനനശീകരണം തടയണം എന്നൊക്കെ. മഴ വരുമ്പോൾ എല്ലാം മറക്കും. പക്ഷെ കൂട്ടുകാരെ, വരും വർഷങ്ങളിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ മരങ്ങൾ ഉണ്ടായേ തീരൂ. അതിനാൽ മടിക്കാതെ മരങ്ങൾ നടണം. കൂടുതൽ മരങ്ങൾ നടാനായി എല്ലാവരോടും പറയണം. ഇന്ന് 2024 മെയ് 12. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ. ഞാൻ ശ്രീനന്ദ പി. ടീന ടീച്ചറിനും 6Bയിലെ കൂട്ടുകാർക്കുമൊപ്പം സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വരാപ്പുഴ അതിരൂപത നിയുക്ത സഹായ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവിന് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബത്തിന്റെയും റേഡിയോ പ്രിയോറിന്റെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാ മംഗളങ്ങൾ. റെഡ് ക്രോസ് മനുഷ്യരെ ഭൂമിയിലെ മാലാഖമാരാക്കുന്ന സംഘടന. അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് രോഗികളെയും മുറിവേറ്റവരെയും ആശ്വസിപ്പിക്കുന്ന മാലാഖമാർ. കേൾക്കാം റെഡ് ക്രോസ് കഥ ബൈ സാം ജോൺ ഷിജു. ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ കഥ അനുകമ്പയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒന്നാണ്. 1859 ഇറ്റലിയിലെ സോൾഫെറിനോ യുദ്ധത്തിൻ്റെ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിച്ച സ്വിസ് വ്യവസായിയായ ഹെൻറി ഡുനെറ്റിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. പരിക്കേറ്റ സൈനികരുടെ കഷ്ടപ്പാടുകളിൽ ആഴത്തിൽ വികാരാതീതനായ ഡുനെറ്റിന് അവരെ പരിപാലിക്കാൻ പ്രാദേശിക ആളുകളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 1863 ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ICRC രൂപീകരണത്തിലേക്ക് നയിച്ചു. ദേശീയ റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് സൊസൈറ്റികൾ എന്നിവയ്ക്കൊപ്പം ICRC പിന്നീട് മാനുഷിക സഹായത്തിന്റെ ആഗോള പ്രതീകമായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനത്തിനുള്ള ഒരു പ്രധാന സംഭാവനയായി റെഡ് ക്രോസ് അവതരിപ്പിക്കപ്പെട്ടു. ഹെൻറി ഡൊനറ്റിന്റെ ജന്മവർഷത്തിന്റെ സ്മരണയ്ക്കായി മെയ് 8 ലോക റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് ദിനം ആഘോഷിക്കുന്നു. ആദ്യത്തെ ലോക റെഡ് ക്രോസ് ദിനം 1948 മെയ് 8 ആഘോഷിച്ചു. ഈ സംഭവത്തിന്റെ 74ാം വർഷമാണ് ഈ വർഷം. സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എല്ലാ സമയത്തും എല്ലാത്തരം മാനുഷിക പ്രവർത്തനങ്ങളും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദൗത്യം. മാനുഷിക തത്വങ്ങളും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക, ദുരന്ത പ്രതികരണം, ദുരന്ത നിവാരണം, ആരോഗ്യം, സമൂഹത്തിലെ പരിചരണം എന്നിങ്ങനെ റെഡ് ക്രോസ് പ്രോഗ്രാമുകളെ പ്രധാന മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ഇതൊരു രാജ്യത്തും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് ദുരന്തങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങൾ, സായുധ സംഘടനകൾ, മറ്റ് പ്രതിസന്ധികൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്കായി ഈ ദിവസം സമർപ്പിക്കുന്നു. റെഡ് ക്രോസും റെഡ് ക്രസന്റിൻ്റെയും പ്രസ്താവനവും ഉയർത്തിപ്പിടിച്ച മാനുഷിക മൂല്യങ്ങൾ
ഉയർത്തി കാട്ടാനുള്ള അവസരവുമായി ഇത് പ്രവർത്തിക്കുന്നു. നന്ദി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ ഒരു സുന്ദര ഗാനവുമായി തീർത്ത MS. മണിമാളിക പൊന്മാളിക കാൺകേ തമ്പുരാനെ പൂക്കളെ തൂവാങ്ങുവാൻ കടലും കരവാളും പൂവിൻ പാരാത്മജ നർവും പൂകളുമേ അടിയൻ പാടാം ഇച്ഛകളൊട്ടുമേ പൊരിരോരുങ്ങിയോ രുത്തരമമ്പയാറിൻ കനിവേകുന്നു ശക്തി ക്ഷയിച്ചോരി കാലത്തിൻ കാപട്യം തെല്ലുമേ തീണ്ടാത്തു തമ്പൂരാനും മാമണിമേട്ടില് വീരൻ്റെ പുറപ്പാട് തേടുന്നു തലവാളിൻ വെളിച്ചം കണ്ണിൽ ഇല്ല മമ്മുകയില്ല മൂത്തേനിയഴകുള്ളോർ കാത്തു കാത്തുഴലുന്നു കതി നായനേ പൂമണി മാളിക പൊന്മാളിക കാൺകേ തമ്പൂരാനെ പൂക്കളെ തൂവാങ്ങുവാൻ കടലും കരവാളും പൂവിൻ പാരാത്മജ നർവും പൂകളുമേ അടിയൻ പാടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. Johan Kudiakos telling a story for us titled as The Farmer and the Well. The Farmer and the Well. One day, a farmer was looking for a water source for his farm when he bought a well from his neighbor. The neighbor, however, was cunning. The next day, as the farmer came to draw water from his well, the neighbor refused to let him take any water. When the farmer asked why, the neighbor replied, "I sold you the well, not the water," and walked away. Distraught, the farmer went to the emperor to ask for justice. He explained what had happened. The emperor called Birbal, one of his 9 and wisest courtiers. Birbal proceeded to question the neighbor. "Why don't you let the farmer take the water from the well? You did sell the well to the farmer." The neighbor replied, "Birbal, I did sell the well to the farmer, but not the water within it. He has no right to draw water from the well." Birbal said, "Look, since you sold the well, you have no right to keep the water in the farmer's well. Either you pay rent to the farmer or take it out immediately." Realizing that his scheme had failed, the neighbor apologized and went home. The moral: cheating will not get you anything. If you cheat, you will pay soon enough. 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയായ ജുവാന റോസിന്റെ ഒരു പാട്ട് കേട്ടാലോ? നമസ്കാരം, ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും പാട്ടാണ്. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. കരിവേപ്പിൻ തണലിൽ കർക്കിടമാസം കടികാരം ചൊല്ലി കളിക്കാൻ പോയി. കരിവേപ്പിൻ തണലിൽ കർക്കിടമാസം കടികാരം ചൊല്ലി കളിക്കാൻ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി.
ല 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 ല. മാനത്ത് തുരെ തുരെ മഴ വന്നു, മനോഹരെല്ലാരും അമ്പരന്നു. മാനത്ത് തുരെ തുരെ മഴ വന്നു, മനോഹരെല്ലാരും അമ്പരന്നു. കരിയിലയപ്പോൾ മണ്ണാങ്കട്ടമേൽ കയറിയിരുന്നു, കുടയായി കുടയായി കുടയായി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. ല 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 ല. മാനം തെളിഞ്ഞു മഴ നിന്നു, മണ്ണിനെ നടുക്കുന്ന കാറ്റു വന്നു. മാനം തെളിഞ്ഞു മഴ നിന്നു, മണ്ണിനെ നടുക്കുന്ന കാറ്റു വന്നു. പേടിച്ചു വിറച്ച് കരിയിലമേൽ പെട്ടെന്ന് മൺകട്ട കയറി നിന്നു. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. ല 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 ല. കാറ്റും മഴയും ആ സമയം ചീറ്റിക്കൊണ്ടു കയത്തു വന്നു. കാറ്റും മഴയും ആ സമയം ചീറ്റിക്കൊണ്ടു കയത്തു വന്നു. മണ്ണാങ്കട്ട അലിഞ്ഞേ പോയി, കരിയില കാറ്റത്ത് പറന്നേ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. കരിവേപ്പിൻ തണലിൽ കർക്കിടമാസം കടികാരം ചൊല്ലി കളിക്കാൻ പോയി. കരിവേപ്പിൻ തണലിൽ കർക്കിടമാസം കടികാരം ചൊല്ലി കളിക്കാൻ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. നന്ദി, നമസ്കാരം. LP സ്കൂൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മഞ്ഞുമൽ ബോയ്സ് റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡുകളിലേക്ക് പറന്നുയരുന്ന ചലച്ചിത്രം കേൾക്കാം. ചലച്ചിത്ര നിരൂപണം ബൈ സിയോൺ ഗ്രേസ്. 2006 കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോയ സംഭവമാണ് ചിത്രത്തിനാധാരം. ഗുണ കേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണ കേവിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നു. ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സാരം. എന്നാൽ നമ്മളൊരു ടൂർ പോകുകയും നമുക്കിടയിൽ നിന്നും ഒരു കൂട്ടുകാരനെ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോകുന്നതുമായ അനുഭവം സമ്മാനിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിൽ കൂട്ടുകാരുമൊത്ത് പോകുന്ന യാത്ര, അതിൻ്റെ റേഞ്ച് വേറെ തന്നെയാണ്. കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ചുള്ള യാത്ര, അവിടെ പണമല്ല സൗഹൃദമാണ് വലുത്. ആ സൗഹൃദം തന്നെയാണ് അവർക്ക് പാരയാകുന്നതും. സന്ദർശകർക്ക് അനുവാദമില്ലാത്ത ഗുഹയ്ക്കുള്ളിലേക്ക് പോകണമെന്ന് കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ടീം ലീഡറും ടൂറിലെ കാരണവരുമായ കുട്ടേട്ടൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നത് തൻ്റെ കൂട്ടുകാരോട് നോ പറയാൻ കഴിയാത്തതിനാലാണ്. അതെ, സൗഹൃദ ബന്ധം തന്നെയാണ് തൻ്റെ കൂട്ടുകാരനെ അവിടെ ഉപേക്ഷിച്ചു പോകാതിരിക്കാനുള്ള അവരുടെ കരുത്തും. തിരക്കഥയും മേക്കിങ്ങുമെല്ലാം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു ടീം കൂടിയുണ്ട് ഈ ചിത്രത്തിൽ. അത് പ്രൊഡക്ഷൻ ഡിസൈനർ അജയ് ചാലിശ്ശേരിയും ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദും സംഗീത സംവിധായകൻ സുഷിൻ ഷ്യാമുമാണ്. സുഭാഷിനൊപ്പം പ്രേക്ഷകരും ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിത്തന്നെ കിടക്കുന്ന അനുഭവമൊരുക്കാൻ അജയൻ ചാലിശ്ശേരിക്കായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനൊപ്പം ഷൈജു ഖാലിദിൻ്റെ ക്യാമറയും കൂടി ചേരുമ്പോൾ അത് പ്രേക്ഷകരെ സീറ്റിൽ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. കൂടെ സിനിമക്കൊപ്പം സഞ്ചരിക്കുന്ന സംഗീതം കൂടിയാകുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ.
ഓരോ പ്രേക്ഷകരും സുഭാഷിനും കൂട്ടുകാർക്കുമായി പ്രാർത്ഥിക്കും. ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണ കേവിൻ്റെ ദൃശ്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് അതുപോലെ എത്തിക്കുന്നതിൽ ഈ ടീമിൻ്റെ സംഭാവന എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ആദ്യം മഞ്ഞുമ്മൽ ബോയ്സിനൊപ്പം ആടിപ്പാടി കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന പ്രേക്ഷകർ പിന്നീട് അതേ കൊടൈക്കനാലിനെ പേടിയോടെ കാണാൻ തുടങ്ങും. കൊടൈക്കനാലിൻ്റെ മനോഹാരിത നിഗൂഢതയിലേക്ക് വഴിമാറുന്ന കാഴ്ച ഒരുക്കാൻ ഈ ടീമിനായി. പാടിപ്പതിഞ്ഞ ഒരു നാടൻ പാട്ടിന്റെ ഈരടികളുമായി ആതിഥേയ വിയു. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ നൽകാം. ടാറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്കായി ഉണ്ണാനായി വന്നോളൂട്ടോ. കുഞ്ചവരമ്പത്ത് പാമ്പിൻ്റെ കൊത്തുകൊണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നുചേട്ട. ഒരു ഉപ്പി മണ്ണെണ്ണ കത്തിത്തിനും വരെ പണ്ടാർത്തള്ളയ്ക്ക് ഉറക്കമില്ല. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ശ്രീ NK ദേശം രചിച്ച അത്യന്തം ഹൃദ്യമായൊരു കുട്ടിക്കവിത. ആനക്കമ്പക്കാരനായ കുട്ടിയുടെ അത്ഭുതവും ആനന്ദവുമാണ് ഈ കവിതയുടെ പ്രമേയം. ആലപിക്കുന്നത് ശ്രീനന്ദാപ്പി. ആനക്കൊമ്പൻ. അമ്പല ഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കൂടുതലുണ്ട് കുറുമ്പാ കൊമ്പനു കൂച്ചു വിലങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പ കുറുവടിയും കൊണ്ടേ. കൂടുതലുണ്ട് കുറുമ്പാ കൊമ്പന് കൂച്ചു വിലങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പ കുറുവടിയും കൊണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. ആളുകളേറിയ കൗതുക
നമസ്കാരം. ഹായ്, ദേ ജിനു ആൻറ്റി ആണല്ലോ അത്. ആൻറ്റി ഇവനെയും കൊണ്ട് എങ്ങോട്ടാണ്? സെന്റ് ഫിലോമിനാസിലും അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞ് ഇവനെ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അത് കൊള്ളാം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മികച്ചത് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന വിശാലമായ ലൈബ്രറി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, AC കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട്, കമ്പ്യൂട്ടർവൽക്കരിച്ച ക്ലാസ് റൂമുകൾ, ഉച്ചഭക്ഷണം, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനം, 5ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനത്തിനായുള്ള അവസരങ്ങൾ, ചിത്രരചന ക്ലാസുകൾ, ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ് നിർമ്മാണം, ഫാഷൻ ഡിസൈനിങ്, പാചക പരിശീലനം, കരാട്ടെ, സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ, അതിഗംഭീരമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബാൻഡ്, കായിക ഇനങ്ങളായ ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്ലാസുകൾ, കലാപരമായ കഴിവുകൾ വളർത്താൻ ആവശ്യമായ ഗിറ്റാർ, വയലിൻ ക്ലാസുകൾ എന്നിവ ഇവിടെയുണ്ട്. SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളും NMMS, USS തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനവും KCSL മോറൽ സയൻസ് ക്ലാസുകളും ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിയെ സ്നേഹിച്ചു വളരാൻ ഞങ്ങൾക്ക് ഹരിതസഭയും നേച്ചർ ക്ലബ്ബുമുണ്ട്. ഓരോ വിശേഷ അവസരങ്ങൾക്കും മാറ്റുകൂട്ടാൻ വിഷയാധിഷ്ഠിത ക്ലബ്ബുകളും. പിന്നെ ഞങ്ങളുടെ എല്ലാം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി തരുന്ന സെന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ. 162 എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്നു. കലാകായിക മത്സരങ്ങളിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ ധാരാളം പ്രതിഭകൾ സ്കൂളിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങളെ മക്കളായി കണ്ട് കൂടെ കൊണ്ടു നടന്ന് പാഠങ്ങൾ പറഞ്ഞു തന്ന, അറിവിൻ്റെ ആഴങ്ങൾ പകർന്നു തരുന്ന ഞങ്ങളുടെ സ്വന്തം ഗുരുക്കന്മാരും. സെന്റ് ഫിലോമിനാസിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ അറിയാൻ കഴിഞ്ഞല്ലോ. സംസാരിച്ച് നടന്ന് സ്കൂൾ എത്തിയത് അറിഞ്ഞില്ല. അവിടെയാണ് ആൻറ്റി ഓഫീസ് റൂം. താങ്ക് യു മക്കളെ. ടാറ്റ. ബൈ. കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളിലെത്തി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മടിച്ചിരിക്കേണ്ടാട്ടോ, പോന്നോളൂ. ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് 6Bയിൽ നിന്നും അനിന്യ കെ. പ്രദീപ്. കൂനമാവ് സെന്റ് ഫിലോമിനാസ് HSSനെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങളുടെ 2 ആഴ്ചകളാണ് കടന്നുപോയത്. USS എക്സാമിനേഷനിൽ കുമാരി, ഇവാമെരിയ, സൂര്യകിരൺ P എന്നിവർ ഉയർന്ന മാർക്കുകളോടെ വിജയികളായി. ഇതിൽ ഇവാമെരിയ ഗിഫ്റ്റഡ് ചൈൽഡ് പൊസിഷനിൽ കൂടി കരസ്ഥമാക്കിയാണ് വിജയം കൊയ്തത്. 2024 SSLC എക്സാമിനേഷനിൽ നമ്മുടെ വിദ്യാലയത്തിൽ 232 കുട്ടികൾ പരീക്ഷ എഴുതുകയും 100% വിജയം നേടുകയും ചെയ്തു. 28 കുട്ടികൾ ഫുൾ A+, 9 കുട്ടികൾ 9 A+, 6 കുട്ടികൾ 8 A+ നേടി. പ്രധാന അധ്യാപിക ശ്രീമതി ഗ്ലോറിയ ഡോറിസ് ടീച്ചറുടെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് തുടർച്ചയായി 2ാം വർഷവും നമുക്ക് കിട്ടിയ 100% വിജയം. USS പരീക്ഷയ്ക്ക് നേതൃത്വം നൽകിയ ആനി ഫാമിലി ടീച്ചറിന് അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കത്തിക്കാളുന്ന വെയിലിലും നിറയെ പൂത്തു നിൽക്കുന്ന ബൊഗെയിൻവില്ല ചെടികളെ കണ്ടിട്ടില്ലേ? അവ നമ്മോട് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാതെ ചിരിതൂകി നിൽക്കണം. അതേ കൂട്ടുകാരെ, ആരൊക്കെ നമ്മെ വിട്ടകന്നു പോയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്കായി കത്തുന്ന ഒരു മെഴുകുതിരി ലോകത്തെവിടെയെങ്കിലും അവശേഷിച്ചിരിക്കും. റേഡിയോ പ്രിയോർ വീണ്ടും അടുത്ത ആഴ്ച. ടീന ടീച്ചർ വിത്ത് ഹർ 6B സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് മീ, ശ്രീനന്ദ P, സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം.